കൂടിയല്ലോ മേയർ ഇത് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നിട്ട് ചെമ്പഴന്തി ഉദയം എന്ന് പറയുന്ന വേറെ വാക്ക് പറയുന്നത് കൗൺസിലറാണ്. സ്ത്രീകൾ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ പെങ്ങന്മാരെ ഘടിപ്പിക്കുന്നത് അവരാണ് കൊച്ചു കുട്ടികളെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത്. ഉപദ്രവിക്കുന്ന തരത്തിൽ. അപ്പോൾ സ്ത്രീകളായിട്ടുള്ള കൗൺസിലർമാരോട് ഏത് പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളോ ആവട്ടെ, എല്ലാവരും ജനപ്രതിനിധികളാണ്. ഒരേ കൗൺസിലിരുന്ന് ഒരുമിച്ച് കൗൺസിൽ കൂടി പിരിയുന്ന ആളുകളാണ്. അവരോട് കുറച്ചെങ്കിലും അല്പമെങ്കിലും മര്യാദയോട് കൂടി പെരുമാറാൻ പഠിക്കട്ടെ. മാത്രമല്ല ഇത് സുഗതനെ സഹായിക്കാനാണ്. ഇന്ന് കൗൺസിൽ അലങ്കോലമാക്കി അറ്റൻഡൻസ് ഇടാതിരിക്കാൻ വേണ്ടിയാണ്. കൗൺസിൽ അലങ്കോലമാക്കി സുഗതനെ സഹായിക്കാൻ വേണ്ടിയാണ്. സുഗതനെ സഹായിക്കാൻ വേണ്ടി കൗൺസിൽ അലങ്കോലമാക്കുകയാണ്. ഒരു ആബ്സെന്റ് ഉണ്ടെങ്കിൽ ആബ്സെന്റ് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കുകയാണ്. ഇത് അറ്റൻഡൻസ് ഇല്ലാതാക്കി അറ്റൻഡൻസ് സഹായിക്കാൻ വേണ്ടിയാണ്. അല്ല, എനിക്ക് മനഃപൂർവ്വം ഇന്ന് ഈ സുഗതന്റെ വിഷയം നടക്കുന്നതുകൊണ്ട് അറ്റൻഡൻസ് ഇടാൻ പറ്റത്തില്ലല്ലോ. വളരെ ബുദ്ധിപരമായ മേയർ വന്ന് മേയർ തന്നെ അലങ്കോലമാക്കി. അപ്പൊ അറ്റൻഡൻസ് ഇടണ്ടല്ലോ. പക്ഷെ UDF അംഗങ്ങൾ നമ്മൾ അറ്റൻഡൻസ് ഇടുകയാണ്. കാരണം സുഗതന് വീട്ടിൽ ആര് വീട്ടിലേക്ക് പിന്നെ ഇല്ലാതാക്കാമല്ലോ. അത് വെച്ച് സുഗതനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. പക്ഷെ UDF അംഗങ്ങൾ ഇപ്പൊ ഒപ്പിടും. എന്റെ അറ്റൻഡൻസ് ഉണ്ട്. കൗൺസിൽ കൂടിയല്ലോ നിങ്ങളുടെ കൗൺസിൽ കൂടി പാസ്സാക്കിയല്ലോ. സുഗതന് വേണ്ടി അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടാതെ മാറ്റി വെച്ചിരുന്നു. നമ്മളത് കണ്ടുപിടിച്ച് അറ്റൻഡൻസ് നമ്മളിട്ടു. മേയറാണ് സ്റ്റാർട്ട് ചെയ്തത്. സാധാരണ സഭ്യമായി സഭ കൊണ്ടുവരേണ്ട മേയർ ഇത് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നിട്ട് ചെമ്പഴന്തി ഉദയം എന്ന് പറയുന്ന വേറെ വാക്ക് പറയുന്നത് കൗൺസിലറാണ്. സ്ത്രീകൾ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ പെങ്ങന്മാരെ ഘടിപ്പിക്കുന്നത് അവരാണ് കൊച്ചു കുട്ടികളെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത്. ദേഹത്തെ പിടിച്ചു. നമ്മൾ നിങ്ങൾ വീഡിയോ നോക്കൂ. മേയറാണെന്ന് മൊത്തം ചെയ്തിരുന്നത്. വെള്ളം കൂടി ഒഴിക്കും കാണുന്നത്. പിന്നെ അവരുടെയൊക്കെ ഈ ബീഹാറിലെ UP-യിലെ അഹങ്കാരം അവരുടെ ആൾക്കാർ അവരുടെ വീട്ടിൽ കാണിച്ചാൽ മതി. ഇവിടെ UDF കൗൺസിലേഴ്സിന്റെയും സ്ത്രീകളുടെയും കൗൺസിലേഴ്സും ബന്ധം കണ്ട് വെട്ടാൻ പേടിക്കുന്നതാണ് വിചാരിക്കേണ്ടതെന്നും അവർക്ക് അവന്റെ വീട്ടിൽ കാണിച്ചാൽ മതി. അവന്റെ സംസ്കാരം അവനാണ് അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഇവനൊക്കെ എങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയി? ഇന്ന് മനഃപൂർവ്വം അജണ്ട പാസ്സാക്കാതെ നമ്മളത് കണ്ടുപിടിച്ച് വളരെ ബുദ്ധിപരമായ അറ്റൻഡൻസ് മാർക്ക് ചെയ്തപ്പോൾ ആ അറ്റൻഡൻസ് ബുക്ക് കൂടെ കീറണം. അപ്പൊ ഇവിടെ വഴക്കുണ്ടാക്കിയതിന്റെ ഭാഗമായി ആ വഴക്കിന്റെ അറ്റൻഡൻസ് ബുക്കും കീറിയിട്ടുണ്ട്. അപ്പൊ നാളെ കോടതിയിൽ പോയാൽ സുഗതൻ ഒപ്പിട്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുന്നില്ല. വളരെ ബുദ്ധിപരമായിട്ടുള്ള പ്ലാനാണ്. അതൊന്നും ഈ നടക്കത്തൊന്നുമില്ല. എന്തൊക്കെ ഉണ്ടായി സാറിന്റെ വീട്ടിലാണ് പാർട്ടി ഓഫീസ്. ഇവിടെ കോൺഗ്രസ് ആരോട് വിളിച്ച് പറയാൻ പറയണ്ടത്. അപ്പൊ ആളുകൾ വയ്ക്കും. പക്ഷെ നമ്മള് നേരെയുള്ള ആൾക്കാർ പിന്നെ അതാണ് എന്റെ പണി. ഇയാളെ കണ്ടല്ലോ. അറ്റൻഡൻസ് ബുക്ക് ബലാത്കാരമായി പിടിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അറ്റൻഡൻസ് ബുക്ക് നഗരസഭയുടെ ഒഫീഷ്യൽ അറ്റൻഡൻസ് ബുക്ക് ബലാത്കാരമായി പിടിച്ചു വാങ്ങേണ്ട ഒന്നാണോ എന്നുള്ളത് ഒരു ചോദ്യം. അങ്ങനെ പിടിച്ചു വാങ്ങേണ്ട ആവശ്യം തന്നെ എന്താണ്? രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ കൂടെയുള്ള സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ അവരുടെ വസ്ത്രങ്ങളിൽ കയറി പിടിക്കുക, വസ്ത്രങ്ങൾ വലിച്ചു കീറുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ മുഖത്ത്, എന്റെ മുഖത്ത് ഉൾപ്പെടെ ബുക്ക് കണ്ടില്ലേ? 400 പരം വിഷയങ്ങൾ. ഇത്രയും അജണ്ടയാണ് വെറുതെ മേയർ എന്ന് പാസ്സാക്കി പെരുകി. ഇത്രയും വിഷയങ്ങളുടെ അജണ്ട ഒരു നഗരസഭയെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും വിഷയങ്ങൾ, എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും വിഷയങ്ങൾ വരുന്ന, ഇത്രയും നിറയെ വിഷയങ്ങൾ വരുന്ന ഒരു അജണ്ട 5 മിനിറ്റ് കൊണ്ട് ഒരു നഗരസഭ മേയർ പാസ്സാക്കി പോകേണ്ടതാണോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. മാത്രമല്ല, സുഗതനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് തികച്ചും സുഗതൻ എന്ന് പറയുന്ന കൗൺസിലറെ, കാപ്പ കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന കൗൺസിലറെ സംരക്ഷിക്കുന്ന തരത്തിൽ ബലാത്കാരമായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് അറ്റൻഡൻസ് ബുക്ക് രജിസ്റ്റർ
മേടിച്ചോണ്ട് പോവാൻ ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് മേയർ ചുമതലപ്പെടുത്തിയതെന്ന് ഞങ്ങൾക്ക് അറിയണം. പരാതി നടക്കണമെന്ന് പാർട്ടിയുമായി ആലോചിച്ച് പാർലമെന്ററി പാർട്ടി ലീഡർ അറിയിക്കും. അതുപോലെ ഇതിലെല്ലാം സൂതന്മാരാണ്. അത്രയും BJP കൗൺസിലർമാർ മുഴുവൻ സൂതന്മാരായിട്ട് മാറിയിരിക്കുകയാണ്. അജണ്ട 2-3 ദിവസം മുമ്പ് തന്നതാണ്. മാത്രമല്ല ഇന്നും കുറച്ച് വിഷയങ്ങൾ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൗൺസിൽ ചർച്ച ചെയ്ത് പാസ്സാക്കേണ്ട വിഷയങ്ങളാണ്. അത് 5 മിനിറ്റ് കൊണ്ട് നിഷ്പ്രയാസം ഇതെല്ലാം ഒറ്റയടിക്ക് പാസ്സാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കൗൺസിൽ പിരിച്ചുവിട്ടിരിക്കുന്നു പറഞ്ഞ് മേയർ ഇറങ്ങിപ്പോയി. മാത്രമല്ല കൗൺസിലിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള പൂർണ്ണ അധികാരം എല്ലാ കൗൺസിലർമാർക്കും ഉണ്ട്. അതുപോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ. BJP കൗൺസിലർ എന്റെ മുഖത്താണ് ഒഴിച്ചത്. BJP കൗൺസിലർമാരിൽ ഒരാൾ എന്റെ മുഖത്താണ് ചൂടുവെള്ളം ഒഴിച്ചത്. ഇവരുടെ ഡ്രസ്സുകൾ വലിച്ചു കീറുന്ന തരത്തിൽ, ഇവരുടെ ഡ്രസ്സുകൾ വലിച്ച് പിക്കുന്ന തരത്തിൽ, ഇവരെ ശാരീരികമായി ഉപദ്രവിക്കുന്ന തരത്തിൽ. അപ്പോൾ സ്ത്രീകളായിട്ടുള്ള കൗൺസിലർമാരോട് ഏത് പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളോ ആവട്ടെ, എല്ലാവരും ജനപ്രതിനിധികളാണ്. ഒരേ കൗൺസിലിരുന്ന് ഒരുമിച്ച് കൗൺസിൽ കൂടി പിരിയുന്ന ആളുകളാണ്. അവരോട് കുറച്ചെങ്കിലും അല്പമെങ്കിലും മര്യാദയോട് കൂടി പെരുമാറാൻ പഠിക്കട്ടെ. മാത്രമല്ല ഇതെല്ലാം ചെയ്തിരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാണ് മുൻകൈ എടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ മൂല്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കും. നിങ്ങൾ മനഃപൂർവ്വം ഒപ്പിടാൻ സമ്മതിച്ചില്ലെന്നാണ്. അതെ, ഞങ്ങളെ മനഃപൂർവ്വം ഒപ്പിടാൻ സമ്മതിച്ചില്ല. ഞങ്ങളല്ലേ അറ്റൻഡൻസ്, നിങ്ങൾ വിഷ്വൽ നോക്കൂ, അറ്റൻഡൻസ് ബുക്ക് എടുത്ത് ഒപ്പിടാൻ വന്നത് ഞങ്ങളാണ്. അവരാണ് ഒപ്പിടാൻ സമ്മതിക്കാത്തത്. തിരിച്ചു പറയുന്നതിൽ ഒരു കാര്യമില്ല. പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് മാം അവിടെ നിൽക്കുമ്പോഴാണല്ലോ. കയ്യിൽ എന്റെ അടുത്ത് അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടാൻ വന്നപ്പോൾ ഞാനാണ് ആദ്യം ആ ബുക്ക് പിടിച്ച് മേടിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ കൗൺസിൽ കൂടാനാണ് ഇരിക്കുന്നത്. അപ്പൊ മേയർ അവിടെ ഇല്ലാത്ത സ്ഥലത്തിൽ ഇവിടെ കൗൺസിൽ കൂടിയില്ല. കൗൺസിൽ അജണ്ട പാസ്സാക്കി പോയി. അപ്പൊ ഞങ്ങൾ 20 കൗൺസിലർമാരും അറ്റൻഡൻസിൽ ഒപ്പിട്ട് കൗൺസിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പിൻവാതിൽ നിയമങ്ങളുടെയൊക്കെ ചർച്ച ചെയ്യാൻ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് ഒപ്പിടാത്ത സാഹചര്യത്തിൽ ഞാൻ നമ്മുടെ ശബരിയോട് പറഞ്ഞു, ഈ ബുക്കിൽ നോക്കുക, വേറെ ആരെങ്കിലും സുഗന്ധന്റെ അടക്കം ഇതിനകത്ത് ഒപ്പിടുണ്ടോ എന്ന് നോക്കണമല്ലോ. നോക്കിയപ്പോൾ ആ കാര്യം ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലം നിങ്ങളൊന്ന് നോക്കണം. അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡറിനെ ആക്രമിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം അവരുടെ കയ്യാങ്കളി, അവർ ഭരിക്കുന്നത് കൊണ്ട് ആരെയും ആക്രമിച്ച് അവർക്ക് ഇവിടെ ഭരിക്കാം എന്നുള്ള ഒരു നയമാണ് അവർ LDFും തമ്മിലെടുത്തിരിക്കുന്നത്. കാര്യം ഈ അജണ്ടയിൽ 400 സംതിങ് അജണ്ടകളോളം ഉണ്ട്. ഈ 400 സംതിങ് അജണ്ടകളും പഴയ കൗൺസിൽ പീരീഡുകളിൽ പിൻവാതിൽ നിയമങ്ങളിലൂടെ LDFകാരെ പോസ്റ്റ് ചെയ്യുന്നതുമായിട്ടും അവരുടെ പല വാർഡുകളിലും പല പ്രവർത്തനങ്ങൾ ഇല്ലീഗലായിട്ട് അനുവദിക്കുന്നതിനുമായിട്ടുള്ള അജണ്ടകളാണ്. അപ്പൊ ഇത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ഇന്ന് അവർ തമ്മിലുള്ള ഒരു ഒത്താശയുടെ ഭാഗമായിട്ട് ഇന്ന് കൗൺസിൽ പൂർണ്ണമായിട്ട് യോഗം തൃപ്തികരമാണോ? ഇവിടെ ആദ്യങ്ങളിപ്പോ കാണുകയില്ല. ഇന്നത്തെ യോഗം തൃപ്തികരമാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത്തെ ഈ അവസ്ഥ ഉണ്ടാവോ? ഞങ്ങൾ ഇന്ന് അടിക്കുക ചെയ്തത്. കാര്യം ഞങ്ങൾക്ക് ഈ അറ്റൻഡൻസ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവരുടെ രോഷം എന്തെന്ന് പറഞ്ഞാൽ സുഗതന്റെ അടക്കം ഒപ്പിട്ടോ എന്നുള്ളത് ഞങ്ങൾ കാണുമോ എന്നുള്ള ഒരു വ്യഗ്രതയാണ് അവർ ഇന്ന് ഈ കയ്യാങ്കളി കാണിച്ചത്. ഞങ്ങളുടെ കയ്യിൽ അറ്റൻഡൻസ് കിട്ടി. നമ്മൾ സാധാരണ നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മുടെ പേരിന്റെ ഭാഗത്ത് നമ്മൾ ഒപ്പിട്ട് പോകും. പക്ഷെ ഞങ്ങൾക്ക് അതൊന്ന് പരിശോധിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അവരുടെ വിപ്രാളം. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് എന്തിനാണ്? സുഗതൻ അടുത്ത 3 കൗൺസിലിൽ പങ്കിട്ടില്ല എങ്കിൽ അയാൾ അയോഗ്യനാണല്ലോ. ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ നഗരത്തിലുള്ള ഈ കാണുന്ന കാഴ്ചകളൊക്കെ അതൊക്കെ ചർച്ച ചെയ്യാനല്ലേ തിരുവനന്തപുരം നഗരത്തിലെ നഗരസഭയിലെ 101 കൗൺസിലർമാരും കൗൺസിൽ കൂടുന്നത്. അപ്പൊ ഈ കാണിക്കുന്നത് കയ്യാങ്കളിയല്ലേ? അദ്ദേഹത്തിന്റെ സ്ഥലം നോക്കണം, ശബരിനാഥൻ ഇരിക്കുന്ന സ്ഥലം നോക്കണം. അവിടുന്ന് വന്നാ ഇങ്ങോട്ട് അടിച്ച് അതിനിടയിൽ നമ്മുടെ പോയ അടുത്തിരുന്ന നമ്മുടെ വനിതാ കൗൺസിലർമാർക്ക് ഉൾപ്പെടെ ആ ഇടയിൽ പോയിരുന്നുള്ള താടികൾ കിട്ടി. നമ്മുടെ പാളയം വാർഡ് കൗൺസിൽ ഷേലി ചേച്ചിയുടെ കഴുത്ത് വരെ ഇപ്പൊ തിരിക്കാൻ പറ്റാത്ത ആ സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, കണ്ട് നീരുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. കഴുത്ത് ഇങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല. എനിക്ക് ചെമ്പഴന്തി ഉദയനിൽ നിന്നാണ് എനിക്ക് അനുഭവം വരുന്നത്. തുടക്കം ഇട്ടതെന്ന് നമ്മുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ശബരി അറ്റൻഡൻസ് ബുക്ക് എടുത്ത് കാണിക്കുകയായിരുന്നു. കാരണം സുഗതൻ വന്ന് ഒപ്പിട്ടത് ഇങ്ങനെ, അതായത് എല്ലാം ബ്ലാങ്ക് ആയിട്ട് കിടക്കുമ്പോഴത്തേക്ക് മീറ്റിംഗ് കഴിഞ്ഞ് ഇന്ന് വരാത്തവർ കൂടെ അതിൽ ഒപ്പിടാനായിട്ട് പറ്റുമല്ലോ.
ബ്ലാങ്കറ്റ് കിടക്കുന്നു. അപ്പോ എതിർപക്ഷത്തിൽ നമ്മുടെ ആരെങ്കിലും വന്നില്ല എന്നുണ്ടെങ്കിലും ആബ്സെന്റ് ആയിരിക്കും. മറ്റുള്ളവരുടെ ഭരണകക്ഷിക്കാരുടെ അവർ ബുക്ക് വെച്ചിടും. ആ കാര്യമാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ശബരി അത് കാണിച്ച് അറ്റൻഡൻസ് ബുക്ക് ഇങ്ങനെ കാണിച്ച് നിവർത്തി കാണിച്ച് ചാനലുകാർക്കെല്ലാം തെളിവ് ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഉദയൻ ഓടി വന്ന് എല്ലാരും, അപ്പൊ ഇവരൊക്കെ അപ്പുറത്തൊക്കെ നിൽക്കുകയായിരുന്നു. ഓടി റഷ് ചെയ്ത് വന്നിട്ടാണ് ഇത്. സ്ത്രീകളവിടെ നിൽക്കുന്ന നോക്കണ്ടേ, ബുക്ക് ചോദിച്ചൂടെ, കാണിച്ചിട്ട് അങ്ങ് കൊടുക്കുമല്ലോ. അപ്പൊ ഞങ്ങളുടെ ആൾക്കാർ ഒപ്പിടാനായിട്ട് അങ്ങ് അറ്റത്ത് അനിത അലക്സ് ആയിരുന്നു അവിടെ നിന്നത്. പുള്ളിക്കാരി ഒപ്പിടിശേല ഒപ്പിടാനായിട്ട് ബുക്ക് വാങ്ങിയതും വന്ന് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി. ആ പിടിവലിയിലാണ് ശേലിക്കാൻ പറ്റിയത് നടന്നതെന്ന്. കഴുത്തിലാണ് കിട്ടിയത്. തിരിക്കാനായിട്ട് കഴുത്തിന് പ്രശ്നം. ഇവര് സീരിയസ് സ്ത്രീകളെ ആക്രമിക്കുന്ന സംവിധാനമായി മാറിയിരിക്കുകയാണ്. ഏത് സ്ത്രീകളായിരുന്നു, ഏത് കൗൺസിലർമാരായിരുന്നു സ്ത്രീകളെ ആക്രമിക്കുന്നത് എന്തിനാണ്? പരാജയം